ഒരു മുട്ട പപ്സും ഒരു ഗ്ലാസ് ലൈമും ഒരു സവാള വടയും കുറിച്ച് കുറച്ച് ചോറ് കൊടുക്കാൻ പോയി. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വരവായിരുന്നു. ലാബിൽ കയറി ചോറ് എടുത്ത ക്ഷീണം തീർക്കാൻ 3 പൂരിയും 2 ഇടിയപ്പവും കുറച്ച് മുട്ടക്കറിയും കുറച്ച് കടലക്കറിയും മേടിച്ചു. എന്നിട്ട് ആർക്കും ഒരു ശല്യമില്ലാണ്ട് ഒരു സൈഡിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. പ്ലേറ്റ് കാലിയായപ്പോൾ ഒരു നെയ്റോസ്റ്റ് കൂടി പറഞ്ഞു. നെയ്റോസ്റ്റിന് പാത്രത്തിനേക്കാളും വലിപ്പമുണ്ട്. കൂടെ കൂട്ടിന് വന്ന സാമ്പാറും ചമ്മന്തിയും നെയ്റോസ്റ്റും കൂട്ടി ഞാനങ്ങ് കഴിച്ചു. അവസാനം എല്ലാം കാലിയായപ്പോൾ ആശ്വാസത്തിന് ഒരു കോഫിയും കുടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത സ്ട്രോബെറിയും കഴിച്ചു. കുറച്ച് നെല്ലിക്ക എടുത്ത് ജ്യൂസാക്കിയും കുടിച്ചു. 10-10:30 ആയിട്ടുള്ളൂ. അടുക്കളയിലേക്ക് കയറി 5 പുട്ടും 2 റോബസ്റ്റയും 4 മുട്ടക്കറി ഉണ്ടാക്കി ഒരുമിച്ച് അങ്ങ് കഴിച്ചു തീർത്തു. നല്ല ചൂടുണ്ട് പുറത്ത്. കുറച്ച് തണ്ണിമത്തനും വിഴുങ്ങി. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് വീട്ടിൽ നിന്ന് വന്നു. അവളാണെങ്കിലും കുറച്ച് ചോറും കുറച്ച് കറികളും കുറച്ച് മത്തി വറുത്തതും എനിക്ക് വെച്ചിട്ടുണ്ടായി. പാത്രം തുറന്ന് അതും കഴിച്ചു തീർത്തു ഞാൻ. അപ്പോഴാണ് അവിടെ നിന്ന് കുറച്ച് പത്തിരി കണ്ണിപ്പെട്ടത്. ഇത് വെറുതെ കളയണ്ടല്ലോ എന്ന് കുറിച്ച് കുറച്ച് മീൻകറിയും കൂട്ടി കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചു തീർന്നപ്പോൾ ഈ ചിപ്സ് കഴിച്ചു. പിന്നെ ഡയറി മിൽക്ക് വാങ്ങാൻ പോയതാണ്. മിൽക്കി ബാറാണ് കിട്ടിയത്. അതും കഴിച്ചു. ഈ ഒരു കോളയും കുടിച്ചു. പിന്നെ ദേ 2 സർബത്തും കുടിച്ചു. ഒരു ഫ്രൂട്ടിയും മേടിച്ച് വീട്ടിലേക്ക് പോന്നു.